ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം മുടിയൻ പുത്രൻ എന്ന ആ ഉപമയെ പറ്റിയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൻ്റെ 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഇന്ന് ശ്രദ്ധിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിൻ്റെ 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ഈ ഉപമ യേശു പറയുന്നത് പരീശന്മാരോടും ശാസ്ത്രിമാരോടും കൂടിയാണ്. ഇത് മാത്രമല്ല, ഇതിനു മുമ്പുള്ള 2 ഉപമകൾ, നഷ്ടപ്പെട്ടു പോയ ആടിനെ പറ്റിയും നഷ്ടപ്പെട്ടു പോയ ദ്രഹ്മയെ പറ്റിയുമുള്ള ഉപമ, ഇത് കേൾക്കുന്നത് പരീശന്മാരും ശാസ്ത്രിമാരുമാണ്. അവർക്കൊരു കംപ്ലൈൻറ്റ്, ഒരു പരാതിയുണ്ട്. ആ പരാതി ഇതാണ്: യേശു ചുങ്കക്കാരെയും പാപികളെയും സ്വീകരിക്കുന്നു, അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, സമൂഹത്തിന് താഴേക്കിടയിൽ കിടക്കുന്ന ആൾക്കാരും വളരെ അധാർമികതയുടെ ജീവിതത്തിൽ പോകുന്ന ആൾക്കാരെയും യേശു സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പരാതി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പാപത്തിൽ ആനന്ദിക്കുന്നവരോടല്ല യേശു സഹവസിക്കുന്നത്. നമ്മൾ വിചാരിക്കും പാപം ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരുടെ കൂടെ യേശു ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനല്ല. 14-ാമത്തെ അധ്യായത്തിൻ്റെ 25 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ ശിഷ്യനാകുവാനുള്ളൊരു ആഹ്വാനം കർത്താവ് കൊടുക്കുന്നുണ്ട്. ആ ആഹ്വാനം കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് 14-ന്റെ അവസാനത്തെ വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ആരാണ് പിന്നെ കേൾക്കാൻ വരുന്നത്? 15-ന്റെ 1 ചുങ്കക്കാരും പാപികളും കേൾക്കാൻ വരുന്നു. ഇതാണ് കേൾക്കാൻ വരുന്നത്. അപ്പോൾ യോഹന്നാൻ സ്നാപകന്റെയും യേശുക്രിസ്തുവിൻ്റെയും സന്ദേശങ്ങൾ കേട്ട് മാനസാന്തരപ്പെടാൻ ആഗ്രഹിക്കുന്ന, പാപത്തെ വിട്ടൊഴിയുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഈ ചുങ്കക്കാരും പാപികളും. സുവിശേഷങ്ങളിലുടനീളം നമ്മൾ ആ കാര്യം കാണുന്നൊരു കാര്യമാണ്. ഈ 3 ഉപമകളിൽ നിന്നും സമാനമായിട്ടുള്ള 3 കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 1, മൂല്യമായ ഒരു കാര്യം നഷ്ടപ്പെട്ടു. 2, അതിനെ കണ്ടെത്തുന്നു. 3, നഷ്ടപ്പെട്ടു പോയ കാര്യം വീണ്ടെടുത്തതിൻ്റെ ആഘോഷം, ആ ആഘോഷത്തിനായിട്ടുള്ള ഒരു ആഹ്വാനം നമ്മളവിടെ കാണുന്നുണ്ട്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ സ്വർഗത്തിൽ യഥാസ്ഥാനപ്പെടുന്ന പാപിയെ ഓർത്ത് ആരാണ് സന്തോഷിക്കുന്നത്? പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ദൂതന്മാരാണ് സന്തോഷിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ആ വാക്യം വായിച്ചാൽ ദൂതന്മാരല്ല. 10-ാമത്തെ വാക്യത്തിൽ ദൂതന്മാരുടെ സാന്നിധ്യത്തിൽ സന്തോഷമുണ്ട് എന്നുള്ളതാണ്. ദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ട്. അവിടെ സന്തോഷിക്കുന്നത് ദൈവമാണ്. ഗോഡ് ഇസ് റിജോയ്സിങ്. ഈ പരീശന്മാരും ശാസ്ത്രിമാരും പിറുപിറുക്കുന്നുണ്ട്. മാനസാന്തരപ്പെടുന്ന ചുങ്കക്കാരെ പറ്റിയും പാപികളെ പറ്റിയും പിറുപിറുക്കുന്നുണ്ട്. അവർക്ക് ദൈവത്തിന് മനസ്സുണ്ടാവണം എന്ന് വെച്ചാൽ, ഇവരുടെ മാനസാന്തരത്തിൽ ദൈവം സന്തോഷിക്കുമ്പോൾ അതിനോടൊപ്പം സന്തോഷിക്കണം ഈ പരീശന്മാരും ശാസ്ത്രിമാരും. ഈ ഒരു ആശയം മുന്നോട്ട് വെക്കാനാണ് ഈ 3-ാമത്തെ ഉപമ യേശു പറയുന്നത്. ഓർക്കേണ്ട ഒരു കാര്യം, ഉപമകൾ സാങ്കല്പികമായിട്ടുള്ള കഥയാണ്. അതായത് യഥാർത്ഥ പശ്ചാത്തലങ്ങളും സംസ്കാരവും ഉൾക്കൊണ്ട് യേശു ഉണ്ടാക്കിയ ഒരു സാങ്കല്പിക കഥ, അതാണ് ഉപമ. ഈ ഉപമയിൽ ചില കഥാപാത്രങ്ങളുണ്ട്. ഒരു മനുഷ്യനുണ്ട്, തൻ്റെ 2 മക്കളുണ്ട്. ആ വീട്ടിൽ താമസിക്കുന്ന ദാസന്മാരുണ്ട്. പിന്നെ കൂലിവേലയായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ദൂരദേശത്ത് ഉള്ള ഒരു സിറ്റിസൺ, ഒരാളുണ്ട്. അപ്പോൾ യേശു ഈ കഥ അവതരിപ്പിക്കുമ്പോൾ യഹൂദ പശ്ചാത്തലം വെച്ചുകൊണ്ടാണ് ഈ കഥ അവതരിപ്പിക്കുന്നത്. ഈ കഥ നടക്കുന്നത് ഇസ്രായേലിന് പുറത്തുമാണ്. അപ്പോൾ കഥ ഇങ്ങനെയാണ്: ഒരു വ്യക്തിക്ക് 2 പുത്രന്മാരുണ്ടായിരുന്നു, മൂത്തവനും ഇളയവനും. ഇളയ ആള് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്? 12-ാമത്തെ വാക്യം എന്ന് വായിച്ചേ. മതി. വസ്തുവിൽ എനിക്ക് തരേണ്ട പങ്ക് തരണമേ എന്ന് പറഞ്ഞു. ചരിത്രപരാധനമായിട്ടുള്ള 2 കാര്യങ്ങൾ ഞാനിവിടെ പറയാം. യഹൂദ ആചാരം അനുസരിച്ച് അപ്പൻ്റെ മരണശേഷമാണ് പ്രോപ്പർട്ടി ഡിവൈഡ് ആകുന്നത്. അത് മനസ്സിലാക്കണം. 2, അങ്ങനെ പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്യുമ്പോൾ ഇളയ ആൾക്ക് കിട്ടുന്നതിൻ്റെ ഡബിൾ ഷെയർ ആണ് മൂത്ത ആൾക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ പ്രോപ്പർട്ടി 3 തിരിച്ച് 2 ഭാഗം മൂത്ത ആൾക്കും 1 ഭാഗം ഇളയ ആൾക്കും ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ സ്വത്ത് തൻ്റെ പക്കലെത്തുവാൻ ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മരണം വരെ കാത്തിരിക്കുവാൻ ക്ഷമയില്ല.
എന്നുവെച്ചാൽ ഇദ്ദേഹം ഈ സ്വത്ത് ചോദിക്കുമ്പോൾ എന്താണ് പറയുന്നത്? താങ്കളുടെ മരണത്തിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും എനിക്ക് ഇപ്പോൾ കിട്ടണം. ഐ വോണ്ട് യു ടു ഡൈ. താങ്കളുടെ മരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നാണ് ഇയാൾ പറയുന്നത്. എന്ന് വെച്ചാൽ 5-ാമത്തെ കൽപ്പനയുടെ ലംഘനമാണ് ഇവിടെ നടക്കുന്നത്. അപ്പനെ അമ്മയോ ബഹുമാനിക്കാതിരിക്കുന്ന ഒരു ക്രിയ. എന്തുകൊണ്ടാണ് താനിത് ചെയ്യുന്നത്? കാരണം അപ്പൻ്റെ സ്വത്തിനെ ആഗ്രഹിക്കുന്നു, ദ്രവ്യാഗ്രഹിയാണ്. 10-ാമത്തെ കൽപ്പനയും ഇവിടെ ലംഘിക്കപ്പെടുന്നുണ്ട്. പിന്നെ മറ്റെല്ലാത്തിനേക്കാളും ശ്രേഷ്ഠമായിട്ട് താൻ പണത്തെ എണ്ണുന്നു. അതുകൊണ്ടാണ് അപ്പൻ്റെ മരണം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കൽപ്പനയും ലംഘിച്ചു. ഞാനല്ലാതെ നിങ്ങൾക്ക് വേറൊരു ദൈവം ഉണ്ടാവാൻ പാടില്ല. എന്നാൽ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ദൈവം ആരാ? പണമാണ് ഇദ്ദേഹത്തിൻ്റെ ദൈവം. പിന്നെ ഇവിടെ താൻ ലംഘിക്കുന്ന അടുത്ത കൽപ്പന 6-ാമത്തെ കൽപ്പനയാണ്. ഹൃദയത്തിൽ താൻ തൻ്റെ അപ്പൻ്റെ മരണം ആഗ്രഹിക്കുന്നു. സോ ഹീസ് എ മർഡറർ. ഒരു കൊലപാതകയാണ് താൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഓഡിയൻസിൻ്റെ ഒരു ചിന്ത എത്രയും പെട്ടെന്ന് ഇവനെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ളത്. ആ ഒരു അവതരണമാണ് യേശു ഈ കഥാപാത്രത്തിന് കൊടുക്കുന്നത്. ഇനി 13-ാമത്തെ വാക്യം, ഞാൻ 12-ന്റെ മുഴുവൻ ബ്രദറിനെ കൊണ്ട് വായിപ്പിച്ചില്ല, അത് ഞാൻ പിന്നീട് പറയാം. 13-ാമത്തെ വാക്യം. ഓക്കെ, എന്നിട്ട് ഓക്കെ. അപ്പോൾ അധികം നാൾ നിൽക്കാതെ തനിക്ക് കിട്ടിയ അവകാശം ഡിസ്കൗണ്ട് പ്രൈസിൽ താൻ വിറ്റ് അതെല്ലാം എടുത്തുകൊണ്ട് പോകണം. എന്ന് വെച്ചാൽ ഒരു ജീവിതകാലം മുഴുവൻ തൻ്റെ പിതാവ് അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തുക്കളെല്ലാം ഡീവാല്യൂ ചെയ്യുന്ന, ഒരു മൂല്യവും കാണാത്ത ഒരു അവസ്ഥയാണ് ഇദ്ദേഹത്തിനുള്ളത്. ഈ വീട് വിട്ട് പോകുന്ന വഴിയിലൂടെ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ മാനവും ആ ഒരു ഗ്രാമത്തിൽ വീണു പോകുന്നുണ്ട്. ഇതൊരു മിഡിൽ ഈസ്റ്റേൺ വില്ലേജിൽ നടക്കുന്ന ഒരു സംഭവമായിട്ട് തന്നെ നിങ്ങൾ കാണണം. അവിടെ അഭിമാനവും ദുരഭിമാനവും വളരെയധികം ഉള്ള ഒരു ചിന്താഗതിയാണ് അവിടെ. എന്ത് ചെയ്താലും അതിൽ അഭിമാനമേ പാടുള്ളൂ, ദുരഭിമാനം കൊണ്ടിരുന്ന ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ ഈ ഇളയ മകൻ ദൂരദേശത്തേക്ക് പോയി. ഈ ദൂരദേശം ഒരു അന്യജാതിക്കാരുടെ ദേശമാണെന്നുള്ളത് പന്നികളുടെ സാന്നിധ്യം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. 15-ാമത്തെ വാക്യത്തിൽ പന്നികളുണ്ടല്ലോ അവിടെ. യഹൂദന്മാർക്ക് പന്നികൾ അശുദ്ധമായതുകൊണ്ട് ഇത് അന്യജാതിക്കാരുടെ ദേശമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ദേശത്ത് എന്തായിരുന്നു തൻ്റെ ജീവിത ശൈലി? അല്ല, അതിനു മുമ്പ് നമ്മൾ ഇപ്പോൾ വായിച്ച വാക്യം 13-ാമത്തെ വാക്യത്തിൽ എങ്ങനെയാണ് തൻ്റെ ജീവിതം? ദുർനടപ്പ്. എന്നുവെച്ചാൽ അതെ, ദുർനടപ്പ് ജീവിച്ചതിലൂടെ വസ്തുക്കൾ ഇങ്ങനെ വേസ്റ്റാക്കി. എന്ന് വെച്ചാൽ ദൈവത്തെപ്പറ്റി ചിന്തിക്കുകയോ ദൈവത്തിൻ്റെ നിയമത്തെപ്പറ്റി ചിന്തിക്കാത്ത ഒരു തരം ജീവിതം. തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ താനവിടെ ചെയ്യുന്നു. ഈ ഒരു ജീവിതമാണ് 30-ാമത്തെ വാക്യത്തിൽ മൂത്ത ആള് പരാമർശിക്കുന്നത്. 30-ാമത്തെ വാക്യത്തിൽ എന്താ താൻ പറയുന്നത്? മൂത്ത ആൾ എന്താ പറയുന്നത്? മതി. അപ്പോൾ 7-ാമത്തെ കൽപ്പന ഇവിടെ ലംഘിക്കപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ 10-ൽ 5 ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അധാർമികത, ദുർമാർഗമാണ് ഈ വ്യക്തിയുടെ ജീവിതശൈലി. ഇതെല്ലാം നടന്നതിന് ശേഷം 14-ാമത്തെ വാക്യത്തിൽ കയ്യിലുള്ള പൈസ മുഴുവൻ തീർന്നതിന് ശേഷം എന്താണ് നടക്കുന്നത്? ദേശത്തൊരു ക്ഷാമം ഉണ്ടാകുന്നുണ്ട്, ഒരു മഹാക്ഷാമം ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും മ്ലേച്ഛനായ പാപിക്ക് സംഭവിക്കാവുന്ന ഏറ്റവും മോശപ്പെട്ട അവസ്ഥയാണ് ഇത്. ക്ഷാമത്തെപ്പറ്റി ഉള്ളൊരു വിവരണം ഞാൻ പറയാം. ഭക്ഷണം ഇല്ലാത്ത അവസ്ഥയിൽ ചവറ് പെറുക്കി തിന്നും ആൾക്കാർ. ചവറ് തീർന്നാൽ ചെരുപ്പ് തിന്നും. ഒരു കാര്യം ഒന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. ഇദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലിൽ ചെരുപ്പുണ്ടായിരുന്നോ? ഇല്ല, അത് വീട്ടിൽ നിന്ന് കൊടുക്കേണ്ടി വന്ന. അപ്പോൾ ചെരുപ്പ് തിന്ന അവസ്ഥയാണ്. ഓക്കെ. പിന്നെ ചെരുപ്പ് തീർന്നതിന് ശേഷം പിടിക്കാൻ പറ്റുന്ന മൃഗങ്ങളെ കഴിക്കും. അതും തീരുമ്പോൾ പിന്നെ ആൾക്കാരെയാണ് കഴിക്കുന്നത്. അതാണ് ക്ഷാമത്തിൻ്റെ അവസ്ഥ. ഇനി ഈ 15-ാമത്തെ വാക്യത്തിൽ എന്താണ് ഇദ്ദേഹം ചെയ്തത്? ഇപ്പോൾ ഈ ചെറുപ്പക്കാരനെ പറ്റിയുള്ള ഈ വിവരണം
കൂടുതൽ കൂടുതൽ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തുകയാണ്. എന്ന് വെച്ചാൽ ഏറ്റവും മോശപ്പെട്ട പാപിയുടെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയാണിത്. കാരണം ലേവ്യ പുസ്തകം 11-ാമത്തെ അധ്യായം അനുസരിച്ച് പന്നികൾ ഇവർക്ക് അശുദ്ധമാണ്. ആ ഒരു മൃഗത്തോടുള്ളൊരു ക്ലോസ് കോണ്ടാക്റ്റ് ആണ് ഇദ്ദേഹം ഇപ്പോൾ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ രീതിയിലും വെറുക്കപ്പെട്ടവനാണ്. അപ്പോൾ ഒരു പന്നിയുടെ വില പോലും ഈ സമൂഹത്തിൽ ഇദ്ദേഹത്തിനില്ല. കാരണം 16-ാമത്തെ വാക്യത്തിൽ പന്നികൾ തിന്നുന്ന തവിട് ഇദ്ദേഹത്തിന് കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ആരും ഒന്നും കൊടുത്തില്ല. മുഴുപട്ടിണിയാണ്. മുഴുപട്ടിണി എന്ന് വെച്ചാൽ മുഴുപട്ടിണി. ഇവിടെയാണ് കഥയുടെ ഗതി മാറുന്നത്. നമുക്ക് 17-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് നശിച്ചു പോകുന്നു. ഓക്കെ, സ്വബോധം വന്നു എന്നുള്ളതാണ് നമ്മൾ 17-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതുവരെ ചെയ്ത അപരാധങ്ങളെല്ലാം സ്വബോധത്തിൽ തന്നെയായിരുന്നു. ആരും നിർബന്ധിച്ചാൽ ഇതൊന്നും ചെയ്യിപ്പിച്ചത് ആണോ? അല്ല. എന്നാൽ 17-ാമത്തെ വാക്യത്തിൻ്റെ അർത്ഥം ഇതാണ്, ഈ പരിതാപകരമായിട്ടുള്ള അവസ്ഥ എന്താണെന്ന് ഇപ്പോഴാണ് താൻ കാണുന്നത്. അതുവരെ ഈ അവസ്ഥ താൻ കണ്ടിരുന്നില്ല. ഇപ്പോഴാണ് ഇതെല്ലാം പാപമായിട്ട് താൻ കാണുന്നത്. ദൈവത്തോടും തൻ്റെ പിതാവിനോടും ചെയ്തതിൻ്റെ ഗൗരവം ഇപ്പോഴാണ് താൻ കാണുന്നത്. തൻ്റെ ക്രിയകൾ നിമിത്തം തൻ്റെ കുടുംബത്തിനുണ്ടായ നാണക്കേട് ഇപ്പോഴാണ് താൻ കാണുന്നത്. പിന്നെ തൻ്റെ പിതാവിൻ്റെ കൂലിക്കാർക്ക് ആവശ്യത്തിലധികം ഭക്ഷണമുണ്ട് എന്നും കൂടെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കൂലിക്കാരെന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. ഒരു വീട്ടിൽ സ്വന്തമായിട്ട് ദാസന്മാരുണ്ട്. അവരെല്ലാവരും കൂടെ പണി ചെയ്തിട്ട് പണി പൂർത്തിയായില്ലെങ്കിൽ പിന്നെ ദിവസക്കൂലിക്ക് പുറത്തുനിന്ന് ആൾക്കാരെ വിളിക്കും. ഓക്കെ, നമ്മൾ മത്തായിയുടെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ ആ കാര്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ കഥയിലെ പിതാവ് വലിയൊരു ധനികൻ തന്നെയാണ്. ഹി ക്യാൻ അഫോർഡ് ഡെയിലി വേജ് പീപ്പിൾ. ദിവസക്കൂലിക്കാരെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഇദ്ദേഹം. അപ്പോൾ ഇത്രയും ധനവാനായിട്ടുള്ളൊരു പിതാവിൻ്റെ മകൻ അതികഠിനമായിട്ടുള്ള പട്ടിണിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഇവിടെയാണ് മാനസാന്തരത്തിൻ്റെ വേള നടക്കുന്നത്. പാപത്തിൽ നിന്നും തിരിയുന്ന ഒരു സമയം ഇവിടെ ഉണ്ടാവുന്നത്. ഈ പുസ്തകത്തിൽ ചുങ്കക്കാരും പാപികളും കാഴ്ചവെച്ച മാനസാന്തരം ഈ വ്യക്തിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ എന്താണ് താൻ ചെയ്യുന്നത്? ഇവൻ എണീക്കുവാൻ തീരുമാനിക്കുന്നുണ്ട്. ഐ വിൽ ഗെറ്റ് അപ്പ്. 18-ാമത്തെ വാക്യത്തിൽ ഒന്ന് വായിച്ചേ. 18-ാമത്തെ വാക്യം. അവനോട്, അപ്പ ഞാൻ സ്വർഗ്ഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഓക്കെ, നമുക്കത് വായിക്കാം. ഇവിടെ താൻ എണീക്കുന്നു എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ധാർമ്മികമായിട്ടുള്ള സാന്നിധ്യം ഇല്ലാത്തടത്ത് നിന്നും താൻ എണീറ്റ് പോകാൻ ആഗ്രഹിക്കുന്നു. എങ്ങോട്ടേക്കാണ് പോകുന്നത്? അപ്പൻ്റെ ഭവനത്തിലേക്ക്. അതായത് താൻ ആരോടാണ് പാപം ചെയ്തത് അങ്ങോട്ടേക്ക്. ഈ അപ്പൻ എവിടെയാണ് താമസിക്കുന്നത്? ഈ കഥയിൽ ഇസ്രായേലിലാണ് താമസിക്കുന്നത്. ഇസ്രായേൽ യഹോവയുടെ വാസസ്ഥലമാണ്. ആ യഹോവയ്ക്കെതിരെയും താൻ പാപം ചെയ്തു. അപ്പോൾ താൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ റിപ്പൻറ്റൻസ്, മാനസാന്തരം എന്നുള്ളതിനെ പറ്റിയുള്ളൊരു നിർവചനമാണ് നമുക്കിവിടെ കിട്ടുന്നത്. എ വിൽഫുൾ ഡിസിഷൻ ടു അബാൻഡൻ ഓൾ ദ റെൽംസ് ഓഫ് ഈവിൾ ഇൻ അവർ ലൈഫ്സ്. മനഃപൂർവ്വമായിട്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഷ്ടമാർഗങ്ങളെയും പാപങ്ങളെയും വിട്ടൊഴിയുവാനുള്ള തീരുമാനം, അത് ഉൾപ്പെട്ട് നിൽക്കുന്നൊരു കാര്യമാണ് മാനസാന്തരം. അതിൽ നിന്നും തിരിഞ്ഞ് ദൈവഭാഗത്തേക്ക് വരിക. ഇനി 18-ഉം 19-ഉം വാക്യങ്ങളിൽ ഇദ്ദേഹം തൻ്റെ പിതാവിനോട് പറയാൻ പോകുന്ന കാര്യത്തിൻ്റെ റിഹേഴ്സൽ പറയുന്നുണ്ട്. ഈ ഒരു ഡയലോഗിൽ യഹൂദന്മാരുടെ ചിന്ത ഈ സംഭാഷണത്തിൽ യേശു കൊണ്ടുവരുന്നുണ്ട്. യഹൂദന്മാർ ആ സമയത്ത് യഹോവയെ ആ നാമം വിളിച്ച് സംസാരിക്കത്തില്ല. അതിന് പകരമായിട്ട് വേറെ ഏതെങ്കിലും ഒരു വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. കാരണം യഹോവയുടെ നാമം മൃതാവിൽ എടുക്കരുതെന്നുള്ളതിൻ്റെ അതിപേടി നിമിത്തം അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തോടും തൻ്റെ പിതാവിനോടും പാപം ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ ഈ ഇളയ മകൻ സമ്മതിക്കുന്നൊരു കാര്യം, ഇനി പിതാവിൻ്റെ മകനായിരിക്കുവാൻ അല്ലെങ്കിൽ വിളിക്കപ്പെടുവാൻ താൻ യോഗ്യനല്ല. പിന്നെ എന്താണ് താൻ തന്നെപ്പറ്റി പറയുന്നത്? 19-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം
നിന്റെ കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ എന്നെ ആക്കണമേ. കൂലിക്കാരനെ പോലെ എന്നെ ആക്കണമേ. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്? ഈ സമയത്തൊക്കെ ഇത്തരം ദുരഭിമാനം, അഭിമാനം എന്ന രീതിയിൽ ചിന്തിക്കുന്ന സംസ്കാരത്ത് ഇങ്ങനൊരു സംഭവം നടന്നാൽ ഈ ഗ്രാമത്തിലെ തലവന്മാരെല്ലാം ഇങ്ങനൊരു ഡിസിഷനാണ് എടുക്കുന്നത്. ഈ നഷ്ടം വരുത്തി വെച്ച സമൂഹമായിട്ടുള്ള നഷ്ടവും സാമ്പത്തികമായിട്ടുള്ള നഷ്ടം കൊണ്ടുവന്ന ഈ ആളെ ഇങ്ങനെയാണ് ശിക്ഷിക്കുന്നത്. ആ വ്യക്തി കഠിനാധ്വാനം ചെയ്ത് നഷ്ടം നികത്തണം. കഠിനാധ്വാനം ചെയ്ത് നഷ്ടം നികത്തി സമൂഹത്തിനുണ്ടായ നാണക്കേടും സാമ്പത്തികമായിട്ടുണ്ടായ നാണക്കേടും എല്ലാം ഈ കഠിനാധ്വാനത്തിലൂടെ ആണ് നികത്തേണ്ടത്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇതിങ്ങനെ പറയുന്നത്, എന്നെ ഒരു കൂലിക്കാരനാക്കണമെന്നുള്ളത്. അങ്ങനെ താൻ പോയി തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോയി. ഇനി 20-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗത്ത് വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഓക്കെ, ഈ ഒരു ദൃശ്യത്തിൽ ഈ പിതാവ് തൻ്റെ ഇളയ മകനെ കണ്ട് മനസ്സലിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഇളയ മകൻ പോയ ദിവസം മുതൽ ഒരു പക്ഷേ ഈ പിതാവ് ആകാംക്ഷയോടെ ഈ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, അപ്പനമ്മമാരെ ആദരിക്കാത്ത, കുടുംബത്തെക്കാൾ കൂടുതൽ പൈസയെ സ്നേഹിക്കുന്ന, ഒരു ലക്കും ലഗാനും ഇല്ലാതെ ജീവിക്കുന്ന, ദൈവത്തിൻ്റെ ജനമല്ലാത്ത ആൾക്കാരോട് കൂടിച്ചേർന്ന, അവരുടെ ദേവന്മാരെ ഒരു പക്ഷെ കുറച്ച് സമയത്തേക്ക് ആരാധിച്ച, പന്നികളോട് കൂടി സഹവസിച്ച ഈ വ്യക്തിയിൽ ആകർഷണമായിട്ട് ഒന്നുമില്ല. There's nothing attractive about this man. ഓക്കെ, പിതാവിൻ്റെ മരണം ആഗ്രഹിച്ചവനോട് അമിതമായിട്ടുള്ള മനസ്സലിവാണ് ഈ പിതാവ് കാണിക്കുന്നത്. പിന്നെ ഈ പിതാവ് തൻ്റെ പുത്രൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു എന്നുള്ളതാണ് നമ്മളോട് വായിക്കുന്നത്. മിഡിൽ ഈസ്റ്റേൺ സംസ്കാരം അനുസരിച്ച് ആരും പരസ്യമായിട്ട് ഓടാറില്ല. ഏതെങ്കിലും ഒരു അറബി ഓടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? എല്ലാവരും വളരെ റോയലായിട്ട് നടക്കാറേ ഉള്ളൂ. അതാണ് അവരുടെ ഒരു കൾച്ചറൽ കാര്യം. അവരാരും ഓടാറില്ല. പക്ഷേ സമൂഹം എന്ത് ചിന്തിക്കുമെന്നുള്ളത് ഈ പിതാവിന് ഒട്ടും ചിന്തയില്ല. കാരണം ഇദ്ദേഹത്തിന് തൻ്റെ മകനോടുള്ള സ്നേഹത്തിൽ സമൂഹം എന്ത് ചിന്തിക്കും, സംസ്കാരം ചിന്തിക്കുന്ന ആൾക്കാർ എന്ത് പറയുന്നുള്ളതിനെ പറ്റി യാതൊരു ചിന്തയും പറയുന്നില്ല. ഹീ ലവ്സ് ഹിസ് സൺ, തൻ്റെ പുത്രനെ താൻ സ്നേഹിക്കുന്നു. ഈ സ്നേഹത്തിൻ്റെ പ്രകടനം കൂടുതൽ ആവുന്നതേ ഉള്ളൂ. കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഈ ഗ്രീക്കിൽ ഈ പദം വരുമ്പോൾ ഓൺഗോയിങ് ആയിട്ട് ചുംബിച്ചു, നിർത്താതെ ചുംബിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ 18-ലും 19-ലും വായിച്ച വാക്യങ്ങളുടെ റിഹേഴ്സൽ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അതിവിടെ താൻ ആവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഭാഗം മാത്രമില്ല. എന്നെ നിൻ്റെ കൂലിക്കാരനായിട്ട് കാണണമേ എന്നുള്ള കാര്യം മാത്രം അവിടെ പറയുന്നില്ല. എന്തുകൊണ്ടാണ് പറയാത്തതെന്നറിയോ? അപ്പനെ ഡയലോഗ് കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിച്ചില്ല. അപ്പൻ ഈ വ്യക്തിയെ സ്നേഹിക്കുന്നത് കൂലിക്കാരനാക്കാൻ വേണ്ടിയിട്ടല്ല, മകനായിട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി അധ്വാനിച്ച് തൻ്റെ ഭവനത്തിലേക്ക് തിരികെ കയറുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിനെ സമ്മതിക്കാതെ അപ്പൻ ഇവനെ വിളിച്ചുകൊണ്ട് കയറ്റുവാണ്. എങ്ങനെയാണ് കയറ്റുന്നത്? ആദ്യം തൻ്റെ ദാസന്മാരെ വിളിക്കുന്നു. 22, 23, 24 വാക്യങ്ങളിൽ നമ്മൾക്ക് ചില കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നു. വായിക്കാം. അപ്പൻ തന്റെ ദാസന്മാരോട് വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവന് ധരിപ്പിച്ചു. ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുകയും കടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറപ്പി നാം തിന്ന് ആനന്ദിക്കാം. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ തൻ്റെ ദാസന്മാരെ വിളിച്ച് ചില കാര്യങ്ങൾ ചെയ്യാൻ ഉത്തരവിടുന്നുണ്ട്. ഒന്ന്, ഏറ്റവും നല്ല അങ്കി ധരിക്കണം. സാമാന്യം നല്ല വസ്ത്രങ്ങളില്ലാത്തൊരു വ്യക്തിയാണ്, നാറ്റം ഉള്ള ഒരു അവസ്ഥയാണ്. അതിന് ബദലായിട്ടാണ് ഈ നല്ല അങ്കി കൊടുക്കുന്നത്. മോതിരവും കൊടുക്കുന്നുണ്ട്. പിന്നെ കാലിൽ ചെരുപ്പ്. നേരത്തെ പറഞ്ഞ പോലെ പണ്ടെപ്പോഴോ വിഴുങ്ങിപ്പോയതാ, കഴിച്ചതാ. പിന്നെ തടിപ്പിച്ച കാളക്കുട്ടിയെയും കൊണ്ടുവന്ന് അറക്കണം. തടിപ്പിച്ച കാളക്കുട്ടിയെ അന്നത്തെ കാലങ്ങളിൽ സ്പെഷ്യൽ ഒക്കേഷൻസിന് മാത്രം, വിശേഷ ദിവസങ്ങളിൽ മാത്രമേ അതിനെ അറക്കത്തുള്ളൂ. അപ്പോൾ ഇത്തരം ഒരു മൃഗത്തെ കൊല്ലുമ്പോൾ ഒരു സമയത്ത് 300 പേരെ കഴിപ്പിക്കുവാൻ മാത്രം അത്രയും ഭക്ഷണം ഇവിടെ വിളമ്പാൻ സാധിക്കും. എന്ന് വെച്ചാൽ അത്രയും വലിയ ഒരു വീടായിരുന്നു, ഒരു ഭവനമായിരുന്നു അത്. എന്നിട്ട് എന്താണ് പറയുന്നത്? ലെറ്റ് us eat and celebrate. നമുക്ക് കഴിച്ചുകൊണ്ട് ആഘോഷിക്കാം.
എന്തുവാണ് ഈ ആഘോഷത്തിന് കാരണം? മരിച്ചവനായ ഈ വ്യക്തി തിരിച്ച് ജീവനോടെ വന്നിരിക്കുന്നു, നഷ്ടപ്പെട്ടു പോയവൻ വന്നിരിക്കുന്നു. ആ സംസ്കാരത്തിൽ ഈ ഒരു ഇളയ മകൻ കുടുംബത്തിൽ നിന്നിങ്ങനെ പോയപ്പോൾ അവൻ്റെ മരണത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു തരം ഫ്യൂണറൽ സർവീസ് അവിടെ നടന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ സമൂഹത്തോട് പറയുന്നത് ഇവൻ ഞങ്ങളുടെ കണ്ണിൽ മരിച്ചുപോയി എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ മരിച്ചവൻ ജീവനോടെ തിരിച്ചു വന്നു, നഷ്ടപ്പെട്ടു പോയവൻ തിരിച്ചു വന്നു. അങ്ങനെ അവർ ആഘോഷിക്കാൻ തുടങ്ങി. ഈ ആഘോഷത്തിന് നേതൃത്വം കൊടുക്കുന്ന ആരാ? പിതാവാ. ഈ 25-ാമത്തെ വാക്യം നോക്കി, അവിടെ എന്തൊക്കെയായിരുന്നു ആഘോഷം? എന്തായിരുന്നു? പാട്ടും ഡാൻസും. ആഘോഷം എന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു ചിത്രം നമുക്ക് ദൈവത്തെ പറ്റിയുണ്ടോ? ഈ കഥയിൽ ഒരു ആഘോഷമുണ്ട്. ആ ആഘോഷം പ്രതിഫലിക്കുന്നത് ഒരു പാപിയുടെ മാനസാന്തരത്തിൽ ദൈവം സന്തോഷിക്കുന്നു. ഈ സന്തോഷം തന്നെയാണ് ഇവിടെ ഉള്ളത്. നമ്മളുടെ ഒരു ധാരണ വളരെ ഗൗരവത്തോടെ ഇരിക്കുന്ന, ഒരു ഇമോഷനും കാണിക്കാത്ത ഒരു മുഖത്തോടെ ദൈവം ഇരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ദൈവം അമിതമായിട്ട് ആഘോഷിക്കുന്ന ഒരു ടെൻഡൻസി കാണിക്കുന്നതാണ് ഇവിടെ പാട്ടും നൃത്തവും ഉണ്ട്. ഇനി ഈ കഥയിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ അധികം സംസാരിക്കാത്ത ഈ വ്യക്തിയെ പറ്റിയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. മൂത്ത ആളെ പറ്റി. മുടിയൻ പുത്രൻ്റെ കഥ നമ്മൾ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ ഇളയ മകനെ പറ്റിയാണ് നമ്മൾ വാദോരാതെ സംസാരിക്കുന്നത്. പക്ഷേ ഇതിൽ മൂത്ത വ്യക്തിയെ പറ്റിയും സംസാരിക്കണം. ഇദ്ദേഹം വയലിലായിരുന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ ഈ ആഘോഷങ്ങളെല്ലാം കേട്ടു. ദാസനോട് ചോദിച്ചപ്പോൾ മനസ്സിലായി അനുജൻ വന്നിട്ടുണ്ട്, ഇതൊരു വിശേഷപ്പെട്ട ദിവസമായിട്ട് തന്നെ തൻ്റെ അപ്പൻ ഇതിനെ കണക്കാക്കുന്നു എന്നും പറഞ്ഞ് അറിഞ്ഞപ്പോൾ എന്തായിരുന്നു തൻ്റെ പ്രതികരണം? നമുക്ക് 28-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. കോപമുണ്ടായി. അപ്പോൾ ഈ 3 കഥകൾ യേശു ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളിൽ ഉള്ള 3 കാര്യങ്ങൾ. ഇതിൽ ഈ കഥയിൽ ആദ്യമായിട്ടാണ് പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും പരാതി ഉൾക്കൊള്ളിച്ച് ഒരു ആംഗിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ മൂത്തയാൾ തന്നെത്താൻ ചിന്തിക്കുന്നത് താൻ ഇളയാളേക്കാൾ മെച്ചമായിട്ടാണെന്ന് അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ പിതാവ് എപ്രകാരം ഇളയാളെ സ്വീകരിച്ചോ അതൊന്നും ഈ വ്യക്തിക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല. ഈ വ്യക്തിക്കുള്ള സന്തോഷം എന്താണെന്നറിയോ? ഇളയാൾ അധ്വാനിച്ച് ഈ വഴിയിലേക്ക് തിരികെ വരുവാണെങ്കിൽ അത് ആൾക്ക് സന്തോഷമായിരിക്കും. പെട്ടെന്ന് ഇങ്ങനെ വെറുതെ അങ്ങ് ക്ഷമിക്കുന്നത് ഈ മൂത്ത ആൾക്ക് അത്ര ദഹിക്കുന്നില്ല. അപ്പോൾ ഈ പിതാവ് പുറത്തേക്ക് ചെന്നു. അതല്ലേ നമ്മൾ വായിക്കുന്നത് 28-ാമത്തെ വാക്യത്തിൽ. പുറത്തേക്ക് ചെന്ന് അവനോട് അപേക്ഷിച്ചു. 2 കാര്യങ്ങൾ ഇവിടെ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ 2 പുത്രന്മാരുള്ള ബന്ധത്തിൽ ഈ പിതാവ് അങ്ങോട്ട് പുറത്തോട്ട് പോകുന്നു എന്നുള്ളതാണ്. 2 പേരുടെ അടുത്തും പുറത്തോട്ട് പോയി എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഈ ഘട്ടത്തിൽ ഈ മൂത്തയാൾ തൻ്റെ വശത്തു നിന്നും ചില പോയിന്റ്സ് പറയുന്നുണ്ട്. 29-30 വാക്യങ്ങളൊന്ന് വായിക്കാം. അവൻ അവനോട് ഇത്രകാലമായി ഞാൻ എന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എന്റെ സമാധികളുമായി ആനന്ദിക്കേണ്ടതിനാൽ നീ ഒരിക്കലും എനിക്ക് ഒരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. യേശുമാരോടുകൂടെ കൂടി നിന്റെ മുതൽ തെന്നി വളർന്ന ഈ നിന്റെ മകൻ വന്നപ്പോഴേക്ക് തടിച്ചു കാളക്കുട്ടി അവന് വേണ്ടി അറക്കുമല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ഓക്കെ, ഇവിടെ ഇനീഷ്യലായിട്ട് 2 കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്തുന്നത്. ഒന്ന്, ഈ 29-ാമത്തെ വാക്യത്തിൽ ഈ മൂത്തയാൾ ഈ പിതാവിനെ വിളിക്കുന്നുണ്ടോ? നോക്കിക്കേ, ഇല്ല, പിതാവിനെ വിളിക്കുന്നില്ല. ഇത്രയും നാളും ഞാൻ നിങ്ങളെ സേവിച്ചു. അപ്പോൾ ഇദ്ദേഹം പിതാവിനെ വിളിക്കുന്നില്ല. ഇളയാൾ വിളിച്ചിട്ടുണ്ട്, മൂത്തയാൾ വിളിച്ചിട്ടില്ല. പിന്നെ ഞാൻ നിന്റെ ഒരു കൽപ്പനയും ലംഘിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു 2 കാര്യത്തിൻ്റെയും ഒരു അനാലിസിസ്, ഒരു വിശകലനം ഞാൻ പറയാം. ഈ മൂത്തയാൾ തൻ്റെ പിതാവിനോടുള്ള ബന്ധം അതെങ്ങനെയാണ് കാണുന്നത്? ഒരു യജമാനൻ ദാസൻ ബന്ധം എന്ന രീതിയിലാണ് താൻ ഈ ബന്ധത്തെ കാണുന്നത്. എന്ന് വെച്ചാൽ ഈ പിതാവ് തൻ്റെ മൂത്ത മകനോട് കാണിക്കുന്ന മനസ്സലിവ് അധ്വാനിച്ച് നേടേണ്ടതാണെന്നുള്ള ഒരു ചിന്തയാണ് ഈ മൂത്തയാൾക്കുള്ളത്. എന്നുവെച്ചാൽ ഈ വ്യക്തി കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. ആ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് വേണം ഈ മനസ്സലിവ് പിതാവിൻ്റെ അടുക്കൽ നിന്നും കിട്ടാൻ എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ചിന്ത. എന്നാൽ പിതാവും പുത്രനുമുള്ള ബന്ധത്തിൽ നാച്ചുറലായിട്ട് വരേണ്ട ഒരു കാര്യമാണ് കമ്പാഷൻ. അതല്ല ചിന്തിക്കുന്നത്, അങ്ങനെയല്ല ചിന്തിക്കുന്നത്.
ഇത് തന്നെയാണ് പരീശന്മാരുടെയും പ്രശ്നം. അവരെങ്ങനെയാണ് ദൈവത്തോടുള്ള ബന്ധത്തെ കാണുന്നത്? അവരുടെ നീതിയെ സമ്പാദിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ദൈവത്തിൻ്റെ ഗുഡ്നസ്, ദൈവത്തിൻ്റെ നന്മ ദൈവം അവർക്ക് കൊടുക്കാൻ ബാധ്യസ്ഥനാണെന്നുള്ള രീതിയിലാണ് അവരുടെ ചിന്ത. എന്നുവെച്ചാൽ ഇതെല്ലാം അധ്വാനിച്ച് വേണം നേടാൻ. അവർ നല്ല രീതിയിൽ ജീവിച്ച് ദിവസവും 3 നേരം പ്രാർത്ഥിച്ച് ആഴ്ചയിൽ 2 തവണ ഉപവസിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണം ദൈവത്തിൻ്റെ നന്മയെ ലഭിക്കാൻ. അങ്ങനെയാണ് അവരുടെ ചിന്ത. അത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ചിന്ത. എന്നുവെച്ചാൽ ദൈവം അവർക്ക് നന്മ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ദൈവം നന്മ കൊടുക്കുന്നത് കൃപയാലാണ്, ഒരു ബാധ്യതയായിട്ടല്ല. അപ്പോൾ ഈ വ്യക്തി പറയുന്നത്, ഞാൻ നല്ലൊരു വ്യക്തിയാണ്, ഞാൻ നിൻ്റെ ഒരു കൽപ്പനയും ലംഘിച്ചിട്ടില്ല, പെർഫെക്ഷൻ ആണെന്നാണ് തന്നെപ്പറ്റി ചിന്തിക്കുന്നത്. പക്ഷെ ഞാനത് ചോദിക്കട്ടെ, ഈ വ്യക്തി തന്നെപ്പറ്റി ഇത്രയും ചിന്തിക്കുന്നു, അത്രയും നല്ലവനാണോ ഇദ്ദേഹം? ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഒന്ന്, നമ്മൾ നേരത്തെ വായിച്ച ഭാഗം 12ാമത്തെ വാക്യത്തിൽ ഇളയവനാണ് ഷെയർ ചോദിച്ചത്, അല്ലേ? അപ്പോൾ ഈ തന്നെത്താൻ പെർഫെക്റ്റ് ആണെന്ന് ചിന്തിക്കുന്ന ഈ മൂത്തയാൾ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ഇളയാളെ തർജ്ജനം ചെയ്യണമായിരുന്നു, അതിനെ തടസ്സപ്പെടുത്തണമായിരുന്നു. ഇദ്ദേഹം അത്രയ്ക്ക് നല്ലവനായിരുന്നെങ്കിൽ, ഇദ്ദേഹം തൻ്റെ പിതാവിനെ അത്ര സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന കാര്യം സത്യമായിരുന്നുവെങ്കിൽ ഇദ്ദേഹം തൻ്റെ ഇളയ സഹോദരനെ തടസ്സപ്പെടുത്തണമായിരുന്നു അവിടെ. എന്നുവെച്ചാൽ അപ്പൻ ജീവനോടെ ഇരിക്കെ പ്രോപ്പർട്ടി ചോദിക്കാൻ നിനക്ക് എന്ത് ധൈര്യത്തിലാണ് നീ ചോദിച്ചതെന്ന് ചോദിക്കണമായിരുന്നു. മിണ്ടാതിരുന്നു അവിടെ, മിണ്ടാതിരുന്നു. ഇനി ജോൺസൺ ബ്രദറെ 12ാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗം എന്ന് വായിച്ചേ. അവർക്ക്, ആർക്ക്? മൂത്തവനും ഇളയവനും. എന്ന് വെച്ചാൽ ഇവിടെ മിണ്ടാതിരുന്നു. ഈ യേശു പറയുന്ന ഈ കഥയിൽ ഈ വ്യക്തി മിണ്ടാതിരിക്കുന്നു. എന്നുവെച്ചാൽ ഇളയവൻ വാ കൊണ്ട് പറഞ്ഞു, ഇദ്ദേഹം അവിടെ മിണ്ടാതിരുന്നു. അപ്പോൾ ഇളയവൻ വാ കൊണ്ട് എൻ്റെ അപ്പൻ മരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിനോട് മിണ്ടാതിരുന്നതിലൂടെ ഇവനും 5ാമത്തെ കൽപ്പന ലംഘിച്ചവനാണ്. എന്ന് വെച്ചാൽ ഈ കഥയിലെ വില്ലൻ നമ്മൾ വിചാരിക്കുന്നത് ഇളയവനാണെന്നാണ്. മൂത്തവൻ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന വില്ലനാണ്. അപ്പം ഇദ്ദേഹം ഞാൻ പറഞ്ഞതുപോലെ 5ാമത്തെ കൽപ്പന ലംഘിക്കുന്നവനാണ്. 2, പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്തപ്പോൾ അവർക്കാണ് ഡിവൈഡ് ചെയ്തത്. ഇളയവന് മാത്രമല്ല പോർഷൻ വന്നത്, 2 പേർക്കും കൊടുത്തു. അങ്ങനെ വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഡീറ്റെയിൽ ആണ് ഇവിടെ പ്രസക്തമാകുന്നത്. ഏതാ? 3/2 ഭാഗം മൂത്തവനാണ്. മിണ്ടാതിരിക്കും. കാര്യം ഇതിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉള്ളത് ആർക്കാണ്? ഒരു മുടക്കുമുതലില്ലാതെയാണ് 3/2 ഭാഗം കിട്ടുന്നത്, ഒന്നും പറയാതെ. പറഞ്ഞത് മുഴുവൻ, തല്ല് മുഴുവൻ ചെണ്ടയ്ക്കും കാശ് മാരാർക്കും എന്ന് പറയുന്ന പോലെ എല്ലാ അറ്റൻഷനും ഇദ്ദേഹത്തിന് മുകളിൽ ഇരിക്കുമ്പോൾ സൈഡായിട്ട് ഇദ്ദേഹമാണ് എല്ലാം വലിച്ചെടുക്കുന്നത്. ഈ ഇളയാളുടെ മറുതലിപ്പിൻ്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയത് മൂത്തയാളാണ്. ഈ ഇളയാളും മൂത്തയാളും തമ്മിലുള്ള വ്യത്യാസം, ഇളയാൾ വാ തുറന്ന് പറഞ്ഞു. ഈ പ്രോപ്പർട്ടി ഡിവിഷൻ തടസ്സപ്പെടുത്താതെ ഇരിക്കുന്നതിലൂടെ ഇദ്ദേഹം തന്നെ പിതാവിനെ സ്നേഹിക്കുന്നില്ല എന്ന് വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മൂത്തയാൾക്കും ദ്രവ്യാഗ്രഹമുണ്ട്, മിണ്ടാതിരിക്കുവാണെന്ന് മാത്രമേ ഉള്ളൂ. പല സമയത്തും അങ്ങനെയാണല്ലോ, മിണ്ടാതിരിക്കുന്ന ആളെയാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. വാ തുറന്ന് കാര്യങ്ങൾ ചോദിക്കുന്ന ആളെക്കാൾ കൂടുതൽ മിണ്ടാതിരിക്കുന്ന ആൾക്കാരാണ് വില്ലന്മാർ. ഇനി വേറൊരു കാര്യം താൻ പറയുന്നുണ്ട്, ഒരു ആടിനെ പോലെ എനിക്ക് എൻ്റെ കൂട്ടുകാരോടൊപ്പം ആഘോഷിക്കാൻ ഒരു ആടിനെ പോലും കിട്ടിയില്ല. 3/1 പ്രോപ്പർട്ടി കിട്ടിയ ആൾക്ക് എന്തിനാ ഇനി ആട്? ഒന്ന് ചിന്തിച്ചാൽ ഈ പിതാവ് കൊടുക്കാത്ത ആടിനെ പറ്റിയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കിട്ടിയതിനെ പറ്റി യാതൊരു അപ്രിസിയേഷൻ ഇല്ല. കിട്ടാത്ത ആടിനെ പറ്റിയാണ് ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ. അപ്പോൾ ഇപ്പോഴൊക്കെയാണ്, ഇതുപോലൊക്കെ സാഹചര്യങ്ങളിലാണ് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പ് പുറത്തു വരുന്നത്. അപ്പോൾ ഇദ്ദേഹവും തൻ്റെ പിതാവിനോടുള്ള ബന്ധത്തിലുള്ള ബന്ധം കാണുന്നത് ഒരു ബിസിനസ് ട്രാൻസാക്ഷനായിട്ടാണ്, സ്നേഹബന്ധമല്ല. ഞാൻ കൂലിക്കാരനാണ്, എനിക്ക് എൻ്റെ വേലയ്ക്കുള്ള കൂലി കിട്ടണം, അങ്ങനെയാണ് ഈ ബന്ധത്തെ താൻ കാണുന്നത്. പിന്നെ ഇദ്ദേഹം തൻ്റെ പിതാവിനെ പിന്നെ നിന്ദിക്കുന്നത് 30ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. 30ാമത്തെ വാക്യം നോക്കിയേ. ഈ നിന്റെ മകൻ, ഈ ഇളയാളെ സഹോദരൻ എന്ന് വിളിക്കാതെ, അനിയനെന്ന് വിളിക്കാതെ ഈ നിന്റെ മകൻ എന്നാ വിളിക്കുന്നത്. ഈ ഇളയാള് പിതാവിൻ്റെ ഈ സ്വത്തിനെയെല്ലാം നശിപ്പിച്ചിട്ട് വേശ്യകളുടെ കൂടെ പോയി. എന്ന് വെച്ചാൽ ഒരു വ്യഭിചാരിയാണ്
അധാർമികതയിൽ ജീവിക്കുന്ന ആളാണ്. ഈ പിതാവ് ഈ മാനസാന്തരപ്പെട്ട ഇളയ മകനെ ഈ തടിപ്പിച്ച കാളക്കുട്ടിയെ കൊന്നു സ്വീകരിക്കുന്നു. അപ്പോൾ ഈ മൂത്തയാൾ പറയുന്നത് ഈ നിന്റെ മകൻ എന്ന് വെച്ചാൽ ഈ ഇളയ മകൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് പിതാവ്. ഇതേ ആരോപണം തന്നെയാണ് യേശുവിനെ പറ്റി ഇവർ പറയുന്നത്. ഈ മനുഷ്യൻ പാപികളോടുകൂടി ഇരിക്കുന്നു, അവരെ സ്വീകരിക്കുന്നു. അപ്പോൾ ഇവർ പറയുന്നത് യേശു അവരെ പോലെ ആയതുകൊണ്ടാണ് യേശു അവരെ സ്വീകരിക്കുന്നതെന്നുള്ള ഒരു അപവാദം. അതാണ് ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 15:2, 5:30, 7:34 ഈ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതിവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ഈ സംഭാഷണം, ഈ മൂത്തയാളും അപ്പനും തമ്മിലുള്ള സംഭാഷണം എവിടെ നടക്കുന്നത്? പുറത്താ, വീടിൻ്റെ പുറത്ത്. അപ്പോൾ ഇവൻ അകത്തോട്ട് ചെല്ലുന്നില്ല. അപ്പോൾ അപ്പനെ പുറത്ത് വരുത്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇദ്ദേഹവും വന്നിരിക്കുന്നു. ആദരിക്കുന്നുണ്ടോ അപ്പനെ? വാഗൊണ്ട് പറയുകയാണ് ഞാൻ ഒരു കൽപ്പനയും ലംഘിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. പിന്നെയും ഇദ്ദേഹം തൻ്റെ പിതാവിനോട് പാപം ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഇത് പാപമാണ് ഇദ്ദേഹത്തിന് അറിയുന്നില്ല. ഇളയാൾക്ക് അറിയാം താൻ ചെയ്തത് പാപമാണെന്ന്. അതേ കാര്യം തന്നെ മൂത്തയാൾ ചെയ്യുന്നുണ്ട്. പക്ഷെ മൂത്തയാൾക്ക് ഇത് പാപമാണെന്നൊട്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതാണ് ഇവരുടെ പ്രശ്നം, ഈ വ്യക്തിയുടെ പ്രശ്നം. ഈ പരീശന്മാരും ശാസ്ത്രിമാരും ഇതുപോലെ തന്നെയാണ്. അവരുടെ ഉള്ളിലെ പാപങ്ങളൊന്നും കാണാൻ അവർക്ക് സാധിക്കുന്നില്ല. ദ്രവ്യാഗ്രഹികളാണെന്നും പറഞ്ഞ് ചുങ്കക്കാർ വെറുക്കുന്നുണ്ട് പരീശന്മാർ. പക്ഷെ ഇവരും ദ്രവ്യാഗ്രഹികളാണെന്നുള്ളത് 16:14 16:14 ഓക്കെ മതി. അപ്പോൾ പരീശന്മാരും ദ്രവ്യാഗ്രഹികളാണ്. പക്ഷെ അവരെയാണ് ദ്രവ്യാഗ്രഹികളെന്ന് വിളിക്കുന്നത്. പിന്നെ അധാർമികതയിൽ ജീവിക്കുന്ന വേശ്യന്മാരെ ഇവർ വെറുത്തു. പക്ഷെ ഇവരും ആ കാര്യത്തിൽ കുറ്റക്കാരാണ്. യോഹന്നാൻ 8-ാമത്തെ അധ്യായത്തിൽ ആ ക്രിയയിൽ ഒരു സ്ത്രീയെ പിടിച്ചു. ആ പുരുഷനെന്ത് ചെയ്യും? അവനെ വിട്ടയക്കുന്നതിലൂടെ അവൻ്റെ ക്രിയയിൽ ഇവരും പങ്കാളികളായി. ഓക്കെ, ഇനി നമുക്ക് ഈ പിതാവിൻ്റെ ഉത്തരം കാണാം 15-ാമത്തെ അധ്യായത്തിൻ്റെ 31-32 വാക്യങ്ങളിൽ. മകനെ, നീ എപ്പോഴും എന്നോട് ഇരിക്കുന്നുവല്ലോ, എനിക്ക് ഇതെല്ലാം നിന്റേതാകുന്നു. നിന്റെ ഈ സഹോദരന് മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരുന്നു. ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഓക്കെ, ഇത്രയും ആരോപണങ്ങൾ ഈ മൂത്ത മകളിൽ നിന്നും ലഭിച്ചിട്ടും ഈ പിതാവ് ഇവനെ മകനെ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അവനെയും കൂടെ കൊല്ലേണ്ടവനാ. പക്ഷെ ഇവിടെയും ഇദ്ദേഹത്തോടും മനസ്സലിവ് കാണിക്കുന്നുണ്ട്. ഇളയാളോട് എത്ര മനസ്സലിവ് കാണിച്ചോ അതേ മനസ്സലിവ് മൂത്തയാളോടും കാണിക്കുന്നുണ്ട്. ഈ ആഘോഷങ്ങളിലേക്ക് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. നീ എൻ്റെ കൂടെ തന്നെയാണ്, എനിക്കുള്ളതെല്ലാം നിൻ്റെ തന്നെയാണ്. എന്ന് വെച്ചാൽ എൻ്റെ മകനായിരിക്കും, നിനക്കിതെല്ലാം ലഭിക്കും. അതിന് നീ പ്രത്യേകം അധ്വാനിക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്കും എനിക്കും ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് ഈ സ്വത്തുക്കളെല്ലാം. നീ സ്വത്തുക്കളെയാണ് കൂടുതൽ നോക്കുന്നത്, എന്നെ അല്ല. അതാണ് ഈ മൂത്തയാളുടെ കുഴപ്പം. പിന്നെ ഈ ആഘോഷങ്ങളെല്ലാം ഉണ്ടാവേണ്ടത് ഉചിതമായിരുന്നു. കാരണം ഈ നിൻ്റെ സഹോദരൻ അല്ലേ, 32-ാമത്തെ വാക്യത്തിൽ ഈ നിൻ്റെ സഹോദരൻ, ഈ മൂത്തയാൾ പിതാവിനോട് പറഞ്ഞു ഈ നിൻ്റെ മകൻ. പിതാവ് മൂത്തയാളോട് പറയുന്നു ഈ നിൻ്റെ സഹോദരൻ. എന്ന് വെച്ചാൽ ഈ ഇളയ മകൻ എന്നെപ്പോലല്ല, നിന്നെപ്പോലെയാണ്. പിതാവ് മൂത്തയാളോട് പറയുന്നത് ഇളയവൻ ഇത്രയും മോശക്കാരനാണ്, പക്ഷെ അവൻ എന്നെപ്പോലല്ല, അവൻ നിന്നെപ്പോലെ. അതുകൊണ്ടാണ് ഈ നിൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞ് അങ്ങനെ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പിതാവ് വളരെ ക്ഷമയോടെ, വളരെ കൃപയോടെ ഈ മൂത്തയാളുടെ വാദങ്ങൾ അങ്ങോട്ടങ്ങ് വിട്ടു. എന്നിട്ട് പറഞ്ഞു അവൻ മരിച്ചിരുന്നു, അവനിപ്പോൾ ജീവിച്ചിരിക്കുന്നു, നഷ്ടപ്പെട്ടു പോയി, കണ്ടുകെട്ടി. യേശുക്രിസ്തു ഈ ഉപമ ശാസ്ത്രിമാരോടും പരീശന്മാരോടും പറയുന്നതിൻ്റെ കാരണങ്ങൾ 2 ആണ്. അത് പറഞ്ഞ് നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. ഒന്നാമതായിട്ട് ഈ ആത്മീയ നേതാക്കൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ഇവർക്ക് ദൈവത്തിൻ്റെ മനസ്സുണ്ടാവണം. എന്നുവെച്ചാൽ പാപികളുടെ മാനസാന്തരത്തിൽ ദുഃഖിക്കാത്ത, പരാതി പറയാത്ത ഒരു മനസ്സ് ഇവർക്കുണ്ടാവണം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ ദൂതന്മാരുടെ സാന്നിധ്യത്തിൽ ഏറ്റവും മോശപ്പെട്ട ആൾ
മാനസാന്തരപ്പെടുമ്പോൾ, ദൈവം സന്തോഷിക്കുമ്പോൾ, ആ വ്യക്തി ജെന്യുവനായിട്ട് പാപത്തിൻ്റെ കാര്യത്തിൽ ദുഃഖം പ്രകടിപ്പിക്കുമ്പോൾ ദൈവം സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ആ സന്തോഷത്തിൽ ഇവരും പങ്കുചേരണം. എന്ന് വെച്ചാൽ യേശു ഇവരുടെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇവർ മാനസാന്തരപ്പെട്ടിട്ടാണ് വരുന്നത്. അവരുടെ മാനസാന്തരത്തിൽ എനിക്കുള്ള സന്തോഷം പോലെ തന്നെ നിങ്ങൾക്കും ഉണ്ടാവണം. അതാണ് ഇവരോട് പറയുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവരെ പോലെ തന്നെ അത്രയും വഷളത്വമാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾ ബാഹ്യമായിട്ടൊന്നും ചെയ്യുന്നില്ലായിരിക്കും, പക്ഷേ ഉള്ളുകൊണ്ട് നിങ്ങൾ അവരെ പോലെ തന്നെയാണ്. ഗിരിപ്രഭാഷണത്തിൽ കൊലപാതകവും ദുഷ്കാമവും എന്നുള്ള വിഷയം കർത്താവ് പറയുമ്പോൾ ബാഹ്യമായിട്ടുള്ള ക്രിയകൾ മാത്രമല്ല, ഹൃദയത്തിൻ്റെ കാര്യത്തെ പറ്റിയും യേശു പറഞ്ഞു. പരീശന്മാർക്ക് ഹൃദയത്തിലാണ് കൊലപാതക ചിന്തകളും എല്ലാം വരുന്നത്, ബാക്കിയുള്ളവർക്ക് ബാഹ്യമായിട്ട്. രണ്ടും ഒരുപോലെയാണ്. അതാണ് ഇവർ മനസ്സിലാക്കേണ്ടത്. സഭയിൽ തുടർമാനമായിട്ട് വരുന്ന ക്രിസ്ത്യാനികളായ നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ വളരെ ഉയർത്തി ചിന്തിക്കുന്നവരാണ്. നമ്മളെപ്പറ്റി തന്നെ നമ്മൾക്ക് വളരെ നല്ലൊരു അഭിപ്രായമാണ്. എന്നുവെച്ചാൽ നമ്മൾ വളരെ പൂർണ്ണതയുള്ളവരും നമ്മളെപ്പോലെ അല്ലാത്തവരെ തുച്ഛമായിട്ട് കാണുന്നൊരു പ്രവണത പല ആൾക്കാരിലും, പ്രത്യേകിച്ച് പാരമ്പര്യ ബ്രദറുകാരെന്ന് പറഞ്ഞ് നടക്കുന്ന പല ആൾക്കാരിലും നമുക്ക് ഈ ഒരു പ്രവണത കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ എന്ത് കാര്യത്തിലാണ് അവരെയൊക്കെ പുച്ഛിക്കുന്നത്, അതേ കാര്യം തന്നെ നമ്മളും ചെയ്യാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു രീതി വേറെയാണെന്ന് മാത്രം. അവർ ആക്ഷരികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ നമ്മൾ തമ്മിൽ വ്യത്യാസം. പക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളും അവരും ഒരേപോലെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ സമ്പൂർണ്ണരാണ്, നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ പെർഫെക്റ്റ് ആണെന്നുള്ള ചിന്ത ഇപ്പോഴേ നിർത്തണം. നമ്മൾ ദൈവത്തിൻ്റെ കണ്ണിലൂടെ തന്നെ നമ്മൾ കാണാൻ ശ്രമിക്കണം. ആൻഡ് ദാറ്റ്സ് ഹംബിളിങ്. അത് നമ്മളെ വിനയരാക്കും. ഓക്കെ, ദൈവത്തിൻ്റെ മനസ്സും നമുക്ക് ഉൾക്കൊണ്ട് നമുക്ക് ജീവിക്കാം. ഓക്കെ, ഈ കഥയുടെ ഒരു ടേലുണ്ട്. ഈ കഥ ഇവിടെ അങ്ങ് അബ്രപ്റ്റായിട്ട് അങ്ങ് അവസാനിപ്പിക്കുക. ഇതിന് ശേഷം ഈ മൂത്ത മകൻ വീട്ടിലേക്ക് ചെന്നോ ഇല്ലെന്നുള്ളത് നമുക്ക് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ജോൺ മക്കാർത്തർ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ പറഞ്ഞത്, ഈ മൂത്ത മകൻ ഈ അപ്പനെ കൊന്നുകളയുന്നു എന്നുള്ളതാണ് ഈ കഥയുടെ ശരിയായിട്ടുള്ള പര്യവസാനം. കാരണം ഈ കഥയിൽ ഈ പിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് യേശുവാണ്, ഇളയ മകൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് ചുങ്കക്കാരും പാപികളുമാണ്, മൂത്ത മകൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് പരീശന്മാരും ശാസ്ത്രിമാരുമാണ്. പരീശരും ശാസ്ത്രിമാരും യേശുവിനോട് എന്താ ചെയ്തത്? കൊല്ലുവാനേൽപ്പിച്ചു. എന്നതുപോലെ ഈ കഥയുടെ അവസാനം സത്യം പറഞ്ഞാൽ നടക്കേണ്ടത് അല്ലെങ്കിൽ നടന്നത് ഈ മൂത്ത മകൻ അപ്പനെ കൊന്നു കളഞ്ഞു എന്നുള്ളത്. ഡീസൻ്റ് ആണെന്ന് തോന്നുന്ന എന്നാൽ പാപികളായിട്ടുള്ള നമുക്കിതൊരു താക്കീതാണ്. ഓക്കെ, രോഗിയാണെന്ന് അറിയാവുന്ന ഒരാളെക്കാളും അപകടം പിടിച്ചൊരു കാര്യമാണ് രോഗിയായിട്ടും അതറിയാതിരിക്കുന്നൊരവസ്ഥ. തുടർമാനമായിട്ട് ബ്രദറൻ ചർച്ചസിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ചർച്ചകളിൽ വരുന്ന ആൾക്കാർ ഒരു തരം സെൽഫ് റൈച്ചസ്നെസ്, സ്വയം നീതീകരിക്കുന്ന ഒരു തരം ചിന്ത നമുക്കിടയിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഞാൻ അവരെ പോലൊന്നുമല്ല, പക്ഷേ ഹൗ am I in the sight of God? ദൈവത്തിൻ്റെ കണ്ണിൽ ഞാൻ എങ്ങനെയാണ്? ഐ ഓൾസോ നീഡ് സാൽവേഷൻ. എനിക്കും രക്ഷയുടെ ആവശ്യമുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറച്ച് പാപങ്ങൾ ചെയ്തിട്ടുള്ളെങ്കിൽ പോലും അതിൽ നിന്നും എനിക്കൊരു മോചനം വേണം. ഇത്രയും പാപങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞ് ആശ്വസിക്കാനല്ല ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഒന്നാണെങ്കിൽ പോലും അതിൽ നിന്നുള്ള മോചനം നമുക്ക് വേണം. ആൻഡ് ദാറ്റ് ഇസ് വൈ വി നീഡ് സാൽവേഷൻ. ഇത്രയും പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ. ദൈവം നാമം മഹത്വപ്പെടുമാറാകട്ടെ.